കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന തിരുവേങ്കടാചലപതി ക്ഷേത്രത്തിൽ ബ്രഹ്മോത്സവവും ദ്രൗപദിഷ്ഠയും ഈ മാസം 8-ാം തീയതി മുതൽ ആരംഭിച്ചു മെയ് 18 വരെയുള്ള ദിനങ്ങളിൽ സമുചിതമായി സാഘോഷം ഭക്ത്യാദരപൂർവം ആചാരാനുഷ്ഠാന താന്ത്രിക ചടങ്ങുകൾ നിറസമൃദ്ധിയോടെ വിപുലമായി സാഘോഷം കൊണ്ടാടപ്പെടുകയും 8 മുതൽ അനുബന്ധ താന്ത്രിക പൂജകൾക്ക് ശേഷം മെയ് 12-ാം തീയതി ഇന്ന് ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് നടത്തപ്പെടുകയാണ്. ആരാധനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മറ്റ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി, കൗൺസിലർ സുജിത്ത് തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കുചേരുന്ന സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് 18 ദിനങ്ങളിലായി നടത്തപ്പെട്ടിരുന്ന ഈ ചടങ്ങുകളുടെ കലാവിരുന്നിന്, ആധ്യാത്മിക നിറവിന്, സാംസ്കാരിക നിറവിന് തുടക്കം കുറിക്കുന്നു. ഇന്ന് ആധ്യാത്മിക കലാപരികൾ തുടക്കം കുറിച്ചാൽ 18-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായി എല്ലാ ദിനങ്ങളിലും വിവിധ കലാ സബരികൾക്ക് ആ വേദി സാക്ഷ്യം വഹിക്കുകയാണ്. വീണ കച്ചേരി, അഷ്ടപതി കച്ചേരി, ഭജൻസ്, നൃത്യങ്ങൾ, കൈക്കുട്ടിക്കളി, മറ്റ് സമ്പൂർണ്ണ നാരായണീയ പാരായണങ്ങൾ, ക്ഷേത്രകലകൾ തുടങ്ങി വൈവിധ്യവും വ്യത്യസ്തവുമായ ക്ഷേത്രകലകളുടെ സംഗമസ്ഥാനീയം കൂടിയായി ഈ ദിനങ്ങൾ മാറിക്കൊണ്ടു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാന താന്ത്രിക ചടങ്ങുകൾക്കൊക്കെ മുഖ്യ സാരഥ്യം നൽകുന്ന, കാർമ്മികത്വം നൽകുന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയും തിരുവങ്കടാചല ക്ഷേത്ര തന്ത്രിയും കൂടിയായ ബ്രഹ്മശ്രീ ചൈനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും, ക്ഷേത്രം ഊരാളനും ഗുരുവായൂർ ക്ഷേത്രം ഊരാളുമായി ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ചേർന്നാണ്. ഇവിടെ വാദ്യ താള സബരിയിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മായാർ ഉൾപ്പെടെയുള്ളവർ അനുദിനമുള്ള ഉത്സവ തായമ്പകയിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ വേള ധന്യമാക്കുന്നു. ഇക്കുറി ഏറ്റവും സന്തോഷകരമായി ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിനു കൂടി ഈ ബ്രഹ്മോത്സവ വേള തിരുവങ്കടാചല സാക്ഷ്യം വഹിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമൊക്കെ ഗജപ്രതിഷ്ഠയായി കൊടിമരം പിച്ചളയിൽ പൊതിഞ്ഞ് മനോഹരമായ മഞ്ഞ നിറത്തിലുള്ള ലോഹ തകിടുകളാൽ സമൃദ്ധമാക്കപ്പെട്ടുകൊണ്ട് നാളെ ആ ധ്വജപ്രതിഷ്ഠ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആറന്മുളയിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് ഭക്തന്മാരുടെ വിദഗ്ധമായ കൈകളിൽ രൂപീകൃതമായി അത് നീണ്ട കാലം എണ്ണ തോണിയിലിട്ട് അതിന് വേണ്ട കൂട്ടുകളും ഉറപ്പുകളും ഒക്കെ നൽകി തയ്യാറാക്കി ഇപ്പോൾ 90% അതിന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയായി. നാളെ മെയ് 13-ാം തീയതി ധ്വജപ്രതിഷ്ഠ ബ്രഹ്മശ്രീ ചൈനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കാലത്ത് നാളെ 13-ാം തീയതി കാലത്ത് 8 മണി മുതൽ 9 മണി വരെയുള്ള വലിയ മുഹൂർത്തത്തിൽ താന്ത്രിക ചടങ്ങുകളുടെ നിറസമൃദ്ധിയോടെ ആ ധ്വജപ്രതിഷ്ഠ പൂർത്തീകരണം നടത്തുകയാണ്. ഒരുപക്ഷെ ഈ ബ്രഹ്മോത്സവ വിപുലമായി നടത്തപ്പെടുന്ന, നമുക്കൊക്കെ അറിയാം, വൈശാഖ മാസ പുണ്യകാലമാണ്. ഗുരുവായൂർ ക്ഷേത്രവും പരിസരവുമൊക്കെ ആ വലിയ ആഘോഷവേളയിലാണ്, ആധ്യാത്മിക വേളയിലാണ് തിരുവേങ്കടാചലപതി ക്ഷേത്രത്തിൽ ഈ ബ്രഹ്മോത്സവ ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് ഇവിടെ നിർവഹിച്ചു വരുന്നത്. ഈ നാളെ മുതൽ എല്ലാ ദിനങ്ങളിലും 2 നേരം വിപുലമായ അന്നദാനവും, അതുപോലെ തന്നെ ഓരോ ദിനങ്ങളും നാളെ മുതൽ, നാളെ ധ്വജപ്രതിഷ്ഠ സ്ഥാപിക്കുന്ന ദിനം കൂടിയാണ്. അതിനുശേഷം കൊടിയേറ്റ ദിനമാണ്. വലിയ ആചാരാനുഷ്ഠാന താന്ത്രിക നിറസമൃദ്ധിയോടെ ബ്രഹ്മകലശം നാളെയാണ്. 15-ാം തീയതി ക്ഷേത്രത്തിൽ സർപ്പബലിയാണ്. 16-ാം തീയതി 8-ാം വിളക്ക് ഉത്സവ ബലിയാണ്. 17-ാം തീയതി പള്ളിവേട്ടയാണ്. 18-ാം തീയതി ഗ്രാമപ്രദക്ഷിണവുമായി ആറോട്ടോടെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവാഘോഷങ്ങൾ സമൃദ്ധമാക്കപ്പെട്ടുകൊണ്ട് ഈ ദിനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 8 മുതൽ 18 വരെയുള്ള ദിനങ്ങളിലെ പൂർത്തീകരണം ആറാട്ടോടെ ഈ വർഷത്തെ ബ്രഹ്മോത്സവം സമുചിതമായ ആഘോഷം പൂർത്തീകരിക്കപ്പെടുകയും ഈ വേളകളിലൊക്കെ എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സാന്നിധ്യവും
സഹകരണവും ഈ വേളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊക്കെ അറിയാം, ഒരുപക്ഷെ തിരുവെങ്കളാതുല ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഈ ഉത്സവ കാലവേള 2023 നവീകരണ കലശവുമായി വലിയ ബൃഹത്തായ 80 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്താണ് നടത്തപ്പെട്ടതെങ്കിൽ അതേ വർഷത്തിന്റെ പൂർത്തീകരണമായ ഈ വർഷം 2024 70 ലക്ഷത്തോളം രൂപ ചെലവിലാണ് ഇപ്പോൾ ബ്രഹ്മോത്സവവും അതുപോലെ പ്രതിഷ്ഠയും ഈ നാട്ടിലെ സുമനസ്സുകളുടെയും ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹകരണം കൊണ്ട് നടത്തപ്പെടുന്നത്. ഈ വേളകളിലേക്കെല്ലാം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ നിർലോഭമായ സാന്നിധ്യവും സഹായവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.